പകരം നമ്മൾ പറയുന്നതാണ് ധാർമ്മികം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ധാർമ്മികമാവുക എന്നാണ് ചോദിക്കുന്നത്. കുറേ വെടി പുക. അല്ലാതെ ഇവൻ ഉത്തരം പറഞ്ഞു. സ്വതന്ത്ര ചിന്തകരോട് ഷാഹുൽ ഹമീദ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ധാർമ്മികതയെ ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഫൗണ്ടേഷൻ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യം ഇങ്ങനെ എയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ ഒരാവശ്യമില്ലാതെ വള്ളിയിട്ട് പിടിച്ച് അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ, അത് മറ്റാരുമല്ല മിസ്റ്റർ ഹാരിഫ് ഹുസൈനാണ് അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണ് ആ ചോദ്യം എന്നൊക്കെ കണ്ടിട്ട് വരാം. ഇവൻ വ്യഭിചാരം എന്താണെന്ന് വിചാരിക്കാം. അതും ഈ പറഞ്ഞ ഇവിടെ തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നാസ്തികർക്ക് അധാർമികമാകുന്നത്? നാസ്തികർ, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു മാക്സിമം പ്ലഷറിലൂടെ മാക്സിമം എൻജോയ് ചെയ്യുക എന്നൊക്കെ വാദിച്ച് നടക്കുന്ന ഈ ഒരു നാസ്തികർക്ക് എങ്ങനെയാണ് വ്യഭിചാരം, അതായത് രണ്ടുപേര് വിവാഹം കഴിക്കാത്ത രണ്ടുപേര്, അതാണ് വ്യഭിചാരം എന്ന് പറയുമ്പോൾ അതാണല്ലോ, വിവാഹം കഴിക്കാത്ത രണ്ടുപേര് തമ്മിലുള്ള ലൈംഗിക ബന്ധം, അത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് ഒന്ന് കിടക്കാം. ഇവര് ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെയാണ് നമുക്ക് അധാർമികമാകുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ അതെ അതാണ് ചോദ്യം. അതിന് നമ്മുടെ ഹാരിഫ് ഹുസൈൻ ഉത്തരം പറയാൻ വേണ്ടി പോവാണ്. എല്ലാവരും ബുക്ക് എടുത്തോ, പെന്നൊക്കെ എടുത്തോ, ഞാൻ അങ്ങനെ റെഡിയായി ഇരിക്കുക കേട്ടോ. പോയിന്റ് പറയാൻ പോകാം, നമുക്ക് എഴുതിയേക്കാം. നമ്മളിത് അധാർമികമാണ് നമ്മൾ പറയുന്നു എന്നവർക്ക് അറിയാം. പക്ഷേ എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? അത് ശരിക്കും തെറ്റാണെന്നും അതല്ല യഥാർത്ഥത്തിൽ ധാർമ്മികത എന്ന് നമ്മൾ പറയുന്നു. പകരം നമ്മൾ പറയുന്നതാണ് ധാർമ്മികം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ ഉത്തരം പറഞ്ഞോളൂ കേട്ടോ, പറഞ്ഞോളൂ. എന്നത് എങ്ങനെയാണ് ധാർമ്മികമാവുക എന്നാണ് ചോദിക്കുന്നത്. അതാണ് ചോദ്യം. ഒറ്റവാക്കി പറഞ്ഞാൽ എങ്ങനെ ധാർമ്മികമാവുന്നു? ഒറ്റ വാക്കിലാണ് ഉത്തരം പറയാൻ വേണ്ടി പോകണം. അപ്പോൾ എനിക്ക് ഈ ബുക്കിന്റെ എത്ര ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 2 പേജ് മാക്സിമം സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാൻ വേണ്ടി പോകട്ടോ. ചേട്ടൻ പറഞ്ഞു കേട്ടോ. നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യ സമൂഹം മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു ഗുണമാണ് ഈ പറയുന്ന ധാർമ്മിക ഗുണങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ധാർമ്മികമായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് പലതും നമ്മൾ തള്ളുന്നു. മതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പല തെറ്റായ കാര്യങ്ങൾ തള്ളിയിട്ടാണ് അത് അധാർമികം. അല്ല, മതത്തിന്റെ പേരിലെ കാര്യങ്ങളെ തള്ളിയിട്ടാണ്. എന്തുകൊണ്ടാണ് തള്ളുന്നത്? അതെങ്ങനെയാണ് തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് അതിനെ ധാർമ്മികമാണെന്ന് പറയുന്നത്. എന്നാൽ ഇത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, പൈസയുടെ മൂല്യം കൂടുന്നതിനനുസരിച്ച് പെട്രോളിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. കൺഫ്യൂഷൻ. വീണ്ടും കേൾക്കാം. നമ്മളിത് അധാർമികമാണ് നമ്മൾ പറയുന്നു എന്നവർക്ക് അറിയാം. അത് ശരിക്കും തെറ്റാണെന്നും അതല്ല യഥാർത്ഥത്തിൽ ധാർമ്മികത എന്ന് നമ്മൾ പറയുന്നു. പകരം നമ്മൾ പറയുന്നതാണ് ധാർമ്മികം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ധാർമ്മികമാവുക എന്നാണ് ചോദിക്കുന്നത്. ഒറ്റവാക്കി പറഞ്ഞാൽ എങ്ങനെ ധാർമ്മികമാവുന്നു? നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യ സമൂഹം മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു ഗുണമാണ് ഈ പറയുന്ന ധാർമ്മിക ഗുണങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ധാർമ്മികമായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് പലതും നമ്മൾ തള്ളുന്നു. മതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പല തെറ്റായ കാര്യങ്ങൾ തള്ളിയിട്ടാണ് അത് അധാർമികമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് അതിന് ധാർമ്മികമാണെന്ന് പറയുന്നത്. എന്നാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്താണ് സംഭവിച്ചത്? കുറേ വെടി പുക. അല്ലാതെ ഇവൻ ഉത്തരം പറഞ്ഞു. ഷാഹുൽ ഹമീദ് ചോദിച്ചത് എന്താ? ഒരു കാര്യം തെറ്റാണ് ശരിയാണ് എന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുക? വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ ഒരു കാര്യത്തിന് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ, തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് എത്ര കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇങ്ങനെ കഥ പറയും. അപ്പൊ ചേച്ചി ഇങ്ങനെ ആടുകയാണ് തല.